പേർലി മാണി, നമ്മുടെ പേർലി മാണി ഷോ, പീസ്, ലവ്, മ്യൂസിക്, മോട്ടിവേഷൻ ത്രൂ എൻ്റർടൈൻമെൻറ്റ്. ഇപ്പോൾ പേർലി മാണിയുടെ മോസ്റ്റ് ഓഫ് ദ വീഡിയോസും ട്രെൻഡിങ് ലിസ്റ്റിൽ പോകുന്ന വീഡിയോസാണ്. ഇപ്പോൾ റീസെൻ്റ്ലി പേർലി മാണിയുടെ അക്കൗണ്ടിനകത്ത് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ഡേ അറ്റ് പ്ലേ സ്കൂൾ എന്ന് പറഞ്ഞിട്ട്. നില ബേബി സ്കൂളിലേക്ക് പോകുന്ന, പ്ലേ സ്കൂളിലേക്ക് പോകുന്ന ഫസ്റ്റ് ദിവസം. അപ്പോൾ ആ ഒരു ഇമോഷൻ, ആ ഒരു കണക്ഷൻ, അമ്മയും മകളും. നമ്മൾ നില എന്ന് പറഞ്ഞ കുട്ടിയുടെ ഒരു എന്താ പറയുക ഗ്രോയിങ് സ്റ്റേജ് മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ് വ്യൂവേഴ്സ്. കാരണം അത്രയും അടിപൊളിയായിട്ടാണ് നമുക്ക് പേർലി എന്ത് കാണിച്ചു തരുന്നത്, വീഡിയോസിലൂടെ ആ ഒരു ജേണി കാണിച്ചു തരുന്നത്. സോ ഒരുപാട് പേര് നിളയിനോടും കണക്റ്റഡാണ്, പേർലിനോടും കണക്റ്റഡാണ്. അപ്പോൾ ആ കുട്ടി സ്കൂളിൽ പോകുന്ന ആ ഒരു ലൈക്ക് പ്ലേ സ്കൂളാണെങ്കിൽ പോലും പോവുകയാണ്. അതായത് ഇത്രയും ദിവസം, ഇത്രയും കാലം അവരുടെ ജേണി മൊത്തം, അമ്മ, മകൾ, അച്ഛൻ, ഇപ്പോൾ ഒന്ന് അനിയത്തി, ആ ജേണി മൊത്തം നമ്മൾ കാണുമ്പോൾ അവിടെ പേർലീൻ്റെ ഇമോഷൻ ആളുകൾ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോയുടെ ഒരു കമൻറ്റ് ബോക്സിൽ തന്നെ പോയി നോക്കിയാൽ മതി. ഒരുപാട് അമ്മമാർ, ഒരുപാട് അച്ഛന്മാർ, എല്ലാവരും അവരുടെ കുട്ടി ആദ്യമായിട്ട്, അതായത് ജനിച്ച് അവരെ വിട്ട് കുറേ മണിക്കൂറുകൾ നേരം പ്ലേ സ്കൂളിൽ പോകുന്ന സമയത്ത് ആ ഒരു ഇമോഷൻ്റെ ഓവർഡോസ് ഉണ്ട്. അപ്പോൾ അതിലവർ കരയുന്നുണ്ട്, അവരുടെ ഇമോഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ പേളിയെ പോലെ തന്നെയാണ്, കരച്ചിൽ വന്നു, സങ്കടം വന്നു, അങ്ങനെ കമൻറ്റ് ബോക്സ് മൊത്തം അടിപൊളിയായിട്ടുള്ളൊരു കമൻറ്റ് ബോക്സാണ്. അതിനുശേഷം അവർ Q&A വന്ന സമയത്ത് അതിനകത്തൊരു ലേഡി ഇവരോട് ചോദിക്കുന്നുണ്ട്, ഓക്കെ നിങ്ങൾ ഇങ്ങനെ നിള പ്ലേ സ്കൂളിൽ പോയപ്പോൾ ഒരു ഇമോഷൻ വന്നു, അത് ശ്രീനിഷ് ഷൂട്ട് ചെയ്യുന്നു, അത് അതിനെക്കുറിച്ചൊരു ക്വസ്റ്റ്യനും വരുന്നു. ഭയങ്കര രസമായിട്ടാണ് എല്ലാ വീഡിയോസിലും അവർ പ്രസൻറ്റ് ചെയ്യുന്നതും അവരുടെ എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്നതും ഒക്കെ അങ്ങനെയാണ്. ആൻഡ് ആ ഒരു പ്ലേ സ്കൂളിൽ നിള പോകുന്ന ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ അതൊരു കോണ്ടൻറ്റിന് വേണ്ടി മാത്രം ഷൂട്ട് ചെയ്തതല്ല എന്നുള്ളത് ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ബിക്കോസ് അത് പേളിയുടെ എക്സാക്റ്റ് ഇമോഷൻസ്, അതായത് ഒരു അമ്മ എന്നുള്ള എക്സാക്റ്റ് ഇമോഷൻസാണ് അതിൽ വരുന്നത്. ഓക്കെ, അതിനകത്തൊരു ഫണ്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഫണ്ടോ ഇമോഷൻ കാണിക്കുക അങ്ങനെയൊന്നും അല്ല. ദാറ്റ്സ് എ ജെനുവിൻ തിങ്. അതുതന്നെ അവർ Q&Aയിൽ ആൻസർ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ആൻസർ ആകുമ്പോൾ കൊടുക്കുന്നുമുണ്ട്. ഇവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏഷ്യാനെറ്റ് ന്യൂസ്, ഓക്കെ, ഏഷ്യാനെറ്റ് ന്യൂസിൽ പേർലി ബിഗ് ബോസ് ഷോൻ്റെ ഭാഗമായിട്ടുള്ള ആളാണ് ശ്രീനിഷ്. അവർ രണ്ടുപേരും ബിഗ് ബോസ് ഷോയിൽ നിന്ന് വന്ന അങ്ങനെ മലയാളികൾക്ക്, പേർലി അല്ലെങ്കിലും പേർലി ആങ്കർ എന്നുള്ള നിലയ്ക്കൊക്കെ നമുക്ക് ഷോസിൻ്റെ ഭാഗമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് അറിയുന്ന ഒരാളാണ്. ബട്ട് ബിഗ് ബോസ് പ്രൊഡക്റ്റ് തന്നെയാണ് അവർ പറയുക. അപ്പോൾ പേർലി ശ്രീനിഷും കൂടിയും എന്താ പറയുക ആ ഒരു ബിഗ് ബോസ് പ്രൊഡക്റ്റ് എന്നുള്ളത് കൊണ്ടാണെന്ന് അറിയില്ല, എന്താണെങ്കിലും ഏഷ്യാൻ ന്യൂസ് എടുത്തെടുത്തിട്ട് നില ബേബിയെ സ്കൂളിൽ അയക്കുമ്പോൾ കരയുന്ന പേർലി മാണിയുടെ വീഡിയോ വൈറലായിരുന്നു. നിലുവിനെ സ്കൂളിൽ അയച്ചപ്പോൾ കരഞ്ഞത് എന്തിന് തുറന്നു പറഞ്ഞ് പേർലി. ശരിക്കും ലൈക്ക് ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റ് ഏഷ്യാനെറ്റ് ന്യൂസിലാണ് ഇവരുടെ ഈ ഒരു പോസ്റ്റ് വന്നിട്ടുള്ളത്. ഞാൻ നോക്കുമ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇങ്ങനത്തെ കുറേ പോസ്റ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, അത് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയയുടെ വഴിയിലൂടെ ആ ഒരു ട്രാക്ഷൻ പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും നമ്മളൊരു ന്യൂസ് ചാനൽ എന്ന് പറയുമ്പോൾ മേജർ ഇവൻറ്റ്സ് ഫോളോ ചെയ്യുന്നവർ, ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ പോലെയല്ല, ഒരു നോർമൽ അങ്ങനെയല്ലല്ലോ. ന്യൂസ് എന്ന് പറയുമ്പോൾ 24/7 അത് നമ്മൾ എടുത്ത് വെച്ച് നോക്കും തന്നെ പ്രോപ്പറായിട്ട് എന്തെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ളൊരു സാധനം കാണണം എന്നുള്ള നിലയ്ക്കാണ്. ആണെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇങ്ങനെ ഒരു സാധനം വന്നപ്പോൾ അതിനകത്തൊരു 512 കമൻറ്റ് സെക്ഷൻ. അതായത് നിങ്ങൾ പേർലി മാണിയുടെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ കാണുന്നതിൻ്റെ നേരെ ഉൾട്ട്, അതായത് ഒരു ഹെയ്റ്റ് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുന്ന രീതിയിലാണ് സാധനം ഇവരിട്ട്. അതായത് ഏറ്റവും കൂടുതൽ ഏഷ്യാനെറ്റ് ന്യൂസിനെയാണ് അവർ ചെയ്ത് പറയുന്നത്, എന്ത് ന്യൂസ് അടയെന്ന് വെച്ചിട്ട്. പിന്നെ കുറേ ആൾക്കാർ പിന്നെ ഇവിടെ ആരും ഇതുവരെയായിട്ട് അമ്മ പോയിട്ടില്ല, അമ്മ കരഞ്ഞിട്ടില്ല, കുട്ടി സ്കൂളിൽ പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നേരെ ഇവിടെ നിന്ന് എങ്ങോട്ട് വരും, അവരെ കമൻറ്റ് ബോക്സിലേക്ക് ആവും, അല്ലെങ്കിൽ ആ വീഡിയോ കാണാത്തവർ ഈ കമൻ്റ് ഇട്ട് പോയിരുന്നവർ അവിടെ പോയിട്ട് എന്ത് ചെയ്യും, അവിടെ പോയി പറയും. ന്യൂസ് ചാനലാകുമ്പോൾ പിന്നെ ആ വഴി, പിന്നെ അവരുടെ ഇഷ്ടമാണ് കേട്ടോ ഏത് ന്യൂസ് പറഞ്ഞാൽ വേണ്ടെന്നുള്ളത്. ബട്ട് എനിക്ക് കണ്ട സമയത്ത് ഇത് എന്തിനിടെ ഈ പരിപാടി എന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ തോന്നിയത്. ആൻഡ് ആ ഒരു Q&Aയിൽ അവരിതിനൊരു റെസ്പോൺസ് പറയുന്നുണ്ട്. അതായത് ഈ പല കമൻറ്റ് സെക്ഷനകത്തും, ഇപ്പോൾ ഈ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ കമൻറ്റ് സെക്ഷനകത്ത് ഞാൻ കണ്ടത്, ഇതുവരെയായിട്ട് ആരും കുട്ടീനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ടില്ല, ഞങ്ങളുടെ കുട്ടിക്ക് പിന്നെ കാറ് വിളിച്ചാൽ പോയത്, ഞങ്ങളുടെ അമ്മമാരൊന്നും കരഞ്ഞിട്ടില്ല, അങ്ങനെ കുറേ കാണുന്നുണ്ട്. ശരിക്കും പേർലിയും ശ്രീനിഷിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്, അത് ഭയങ്കര രസമാണ്. അത് ഭയങ്കര കണക്റ്റ് ആവും നമ്മളത്. ഹായ് പേർലി ചേച്ചി, you cried when Nila went to school for the first time. അതെ.
I became so emotional seeing the video. That day I realized how a mother loves her children unconditionally. Thank you for the lovely vlog. My question is, Nila has started going to school and in a few years Nitara will also. Yes. Have you ever felt insecure when you think that how my children would manage when they are away from me? Srini answer this. ശ്രീനിക്കാണ് ഇതെല്ലാം എല്ലാം കാണുന്ന ആളൊരു സ്പെക്ടേറ്റർ. ആക്ച്വലി അന്ന് നിങ്ങൾ വീഡിയോയിലാണ് കണ്ടത്. ഞാൻ ഇത് ഒരു 2 ആഴ്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പേളി പറഞ്ഞ ശേഷം ഞാൻ ഫീസ് അടയ്ക്കുന്നത് പോലും ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. ഫീസ് അടയ്ക്കാതെ ലാസ്റ്റ് ഡേ ആയിട്ടും ഞാൻ അടച്ചില്ല. എന്നുവെച്ചാൽ ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഹോം സ്കൂൾ ചെയ്യാം എന്നൊക്കെ ഞാൻ പറയാൻ തുടങ്ങിയായിരുന്നു. ഞാൻ ചോദിച്ചു, നിനക്കേ പഠിത്തം ഹോം സ്കൂള് നീയേ പഠിക്കില്ല. അപ്പോ പേളി പറഞ്ഞു, ലാസ്റ്റ് പേളി തന്നെ ഞാൻ ഒരു 10 പ്രാവശ്യം ചോദിച്ചു, പേളി ഓക്കെ അല്ലേ, അടയ്ക്കാൻ പോവാട്ടോ, തട്ടിയ ഞാൻ സ്കൂളിലേക്ക് അയക്കുന്ന പറഞ്ഞു. അപ്പോൾ പേളി പറഞ്ഞു പോട്ടടാ. ആക്ച്വലി ചേർക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഞങ്ങൾ ഫീസ് ഒക്കെ പേ ചെയ്തത്. ബിക്കോസ് നേരത്തെ നമ്മൾ ഫീസൊക്കെ കൊടുത്ത് നമ്മൾ അഡ്മിഷൻ എടുക്കണമല്ലോ. ആ ലാസ്റ്റ് പ്രോസസ്സിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുക, തെത്തൈ വിടണോ, നെക്സ്റ്റ് ഇയർ വിടണോ. അതിൻ്റെ ഇടയിൽ മമ്മി വന്നിട്ട് പറഞ്ഞു, ഒരു LKG ഡയറക്റ്റ് ചേർത്താൽ പോരെ, എന്തിനാണ് പ്ലേ സ്കൂൾ, അങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പിന്നെ ഞാൻ കൺഫ്യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുക. പിന്നെ ഇപ്രാവശ്യം തായ്ലൻഡിൽ പോയപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കുക, ഷുഡ് ഐ സെൻഡ് ഓർ നോട്ട്. മോർ ദാൻ എനിത്തിങ് ആ ഒരു ഫസ്റ്റ് ടൈം ഞാനില്ലാണ്ട് അവൾ മാറി നിൽക്കുന്നത്, ആ ഒരു തോട്ടാണ് എന്നെ കരയിപ്പിച്ചത്. ആൻഡ് സെക്കൻഡ് തിങ് വിച്ച് മെയ്ഡ് മീ ഇമോഷണൽ വാസ്, ഇതൊരു 1 വേ റോഡാണല്ലോ, ഇതിലൊരു റിവൈൻഡ് അടിക്കാൻ പറ്റത്തില്ല. വൺസ് യു സ്റ്റാർട്ട് സ്കൂളിന് പിന്നെ ഇനി കോളേജ് കഴിയുന്നവരെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ്, ക്ലാസ്സുള്ള ദിവസം രാവിലെ എഴുന്നേറ്റ് അവർ പോവും. പിന്നെ ഇനിയിപ്പോൾ വലിയ ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ 3 o'clock വരെ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പം അതൊക്കെയാണ് ഞാൻ ആലോചിച്ചത്. അയ്യോ ഇപ്പം ഈ ഏജ് കഴിഞ്ഞാ ഞാനിപ്പോൾ ഈ കുറച്ചു കാലം മുമ്പ് വരെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, ഞാൻ ആ വീഡിയോയിലൊക്കെ പറയാറുണ്ട്, കുട്ടികളായിട്ട് ഞാൻ കുറച്ചൊരു അകലത്തിലാണ്. ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാൻ സ്നേഹയുടെ ഏട്ടൻ്റെ കുട്ടി അമാൻ്റെ ആയിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ആയത്. എടുക്കാൻ തുടങ്ങി ഞാൻ ഭയങ്കരമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ അമാൻ്റെ ബേബിനൊപ്പം. അപ്പോൾ ഞാൻ ഇനീഷ്യലി ഈ ഒരു ഡയമെൻഷൻ ഞാൻ ചിന്തി, കാരണം എനിക്കും സ്നേഹിക്കും കുട്ടികളായിട്ടില്ല. സോ നമുക്ക് ആ ഒരു എന്താ പറയുക, കുട്ടികളായി അവർ സ്കൂളിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു സംഗതി വരുമല്ലോ. പക്ഷെ സത്യത്തിൽ ഈ കമൻറ്റ് ബോക്സിൽ ഞാൻ പറയാം, ഏഷ്യാനെറ്റായിട്ടൊരു സാധനത്തിൻ്റെ അടിയിൽ വന്നിട്ട് കുറേ പേര് പിന്നെ ഇത് ആദ്യമായിട്ടാണ് അങ്ങനെയല്ല. അത് അവിടെ പേളി പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ അച്ഛനും അമ്മയായിട്ടിരിക്കുന്ന ടൈമിൽ ഈ ആ കുട്ടികളുടെ ആ ഒരു ടൈമിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ ബ്രദേഴ്സിൻ്റെയൊക്കെ കുട്ടികൾ കാണുമല്ലോ, സിസ്റ്ററിൻ്റെ ബ്രദറിൻ്റെ കുട്ടികൾ കാണും, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ കാണും. അപ്പം അവരുടെ ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് വരെയുള്ള ഒരു ഫൺ സ്റ്റേജ് ഉണ്ട്. അവർ നടക്കാൻ തുടങ്ങുന്ന സ്റ്റേജ്, അവർ ഭയങ്കരമായിട്ട് സംസാരിക്കാൻ പഠിച്ചു തുടങ്ങുന്ന ഒരു സ്റ്റേജ്, അങ്ങനെയൊക്കെയുള്ള സ്റ്റേജുകൾ ഭയങ്കര എന്താ പറയുക, ഫണ്ണായിട്ടും അല്ലെങ്കിൽ ഭയങ്കര രസമായിട്ട് നോക്കുന്നൊരു സമയമുണ്ട് നമുക്ക് പേഴ്സണലി, നമ്മളെ വീട്ടിലെ കുട്ടികളൊക്കെ. അപ്പോൾ ആ ഒരു ടൈം വിട്ടിട്ട് പെട്ടെന്ന് അവർ, ഞാൻ സത്യം പറഞ്ഞാൽ പേളി പറഞ്ഞപ്പോഴാണ് അങ്ങനെ ചിന്തിച്ചു പോയത്. അപ്പോൾ ഞാൻ അമാൻഡയുടെ കാര്യം തന്നെ ആലോചിക്കുന്നത്, പെട്ടെന്ന് കുട്ടികൾ 1-2 കൊല്ലം കൊണ്ട് സ്കൂളിൽ പോകുന്ന രീതിക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു മേജർ ടൈം ഒരു അങ്ങനെ പോയി. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്, ഇല്ലയെന്ന് പറയുന്നത്. നമ്മളൊക്കെ പാരൻസിനൊക്കെ ആ ഒരു ഗോൾഡൻ ടൈം ഉണ്ടല്ലോ കുട്ടികളുടെ, അത് ശരിക്കും മിസ് ചെയ്യും, ഉറപ്പാണ്. കാരണം പിന്നെ അവരങ്ങനെ പോയി, പിന്നെ ലൈഫ് മൊത്തം അങ്ങനെ സ്കൂളിങ് തുടങ്ങി, പിന്നെ കോളേജ് മുതൽ പിന്നെ അങ്ങനെ പിന്നെ പോയി, പിന്നെ അച്ഛനും അമ്മയ്ക്ക് പിന്നെ അതങ്ങനെ ഇതായി അല്ലേ. അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും അറിയാം, ഈ കമൻറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഈ സംഗതി അറിയാം, എല്ലാ മനുഷ്യന്മാർക്കും ഈ സംഗതി അറിയാം. അപ്പോൾ വെറുതെ ചുമ്മാ വന്നിട്ട് അവരൊരു കണ്ടൻറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഓക്കെ അവരുടെ ഷോയുടെ ഭാഗമായിട്ടുള്ള ഒരു ഇത് കണ്ടപ്പോൾ അവർ കൊണ്ടുവന്നിട്ട്, പക്ഷെ അതിനിടയിൽ മറ്റേ ഈ പേളിക്കും ശ്രീനീഷിനും ഒരു ഹെയ്റ്റ് കൊടുക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അഭിനയതോ, ആദ്യമായിട്ടൊരു അമ്മ അതായിട്ടൊരു കുട്ടി സ്കൂളിൽ പോകുന്നത്, ഇതിപ്പോൾ എന്ത് സംഭവം, എല്ലാവർക്കും അങ്ങനെയാണ്. ഓക്കെ, സ്വന്തം മക്കൾ സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലൊരു കുട്ടി സ്കൂളിലൊക്കെ പോകുമ്പോൾ ഈ ഇമോഷൻ നിങ്ങൾക്ക് പേളി പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്റ്റാവും. എനിക്ക് പെട്ടെന്ന് കണക്റ്റായി. കാരണം ഇപ്പോൾ ഞാൻ ഇനിയിപ്പോൾ പറഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ അമ്മേൻ്റെ പോവും, ഞാനും സ്നേഹിക്കും ഒരു കുട്ടി ഉണ്ടാകുന്ന ടൈമിൽ
ആ ഒരു കുട്ടീനെ നോക്കി വളർത്തി വരുമ്പോഴത്തേക്ക് കുട്ടി സ്കൂളിൽ പോകുമ്പോൾ നമ്മളപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഈ സാധനം ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യുന്നൊരു കാര്യം കേട്ടോ പേളി പറഞ്ഞത്. ആ ടൈമാണ് കഴിയുമ്പോഴത്തേക്കും പിന്നെ കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ അവരങ്ങനെയാണ് പോവാണ്. ഇപ്പം നമ്മളാണെങ്കിലും സ്കൂളിൽ പോയി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സ്കൂള് ഫ്രണ്ട്സ് അങ്ങനെ പാരൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ വരുന്നു. പിന്നെ ചിലർക്ക് ഈ പാരൻസ് എന്ന് പറഞ്ഞ വൈബിൽ നിന്ന് എന്തായി ഒരു മാറ്റം വരും. ചിലർ സ്റ്റിക്ക് ഓൺ ടു ദം. ഇപ്പോൾ എൻ്റെയൊക്കെ ലൈഫിൽ പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. പാരൻസുമായിട്ടുള്ള ഒരു സാധനം അങ്ങനെയായിട്ട് ബ്രേക്കായി. ചിലർക്കാണ് ആ ഒരു സത്യത്തിൽ അവരെന്ത് കിട്ടുക, ആ ഒരു സാധനം കിട്ടുക, അതായത് അത് കൊണ്ടുപോകാൻ പറ്റുക ലൈക്ക് അത് ഭയങ്കര സംഭവമാണ്. എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ആയില്ല. ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് ബിഗ് ബോസിൽ പോയി വന്ന് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സംഗതിയൊക്കെ അടിപൊളിയാണ്. പക്ഷെ സ്റ്റിൽ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു സാധനം ഹിറ്റ് ചെയ്തറി പേളി പറഞ്ഞത്. വൺസ് ദേ സ്റ്റാർട്ടഡ് ഗോയിങ് സ്കൂൾ അങ്ങനെ പോകുമ്പോൾ പിന്നെ അവരുടെ ഫസ്റ്റ് നിളയാണ് അവരുടെ ഫസ്റ്റ് ബേബി. ആൻഡ് നിതാര വരുമ്പോഴത്തേക്ക് യൂസ് ടു ആയി അവർ. ഓക്കെ, നിള പോകുന്നു, സ്കൂളിൽ വരുന്നു, ആ കാര്യങ്ങളോട് യൂസ് ടു ആകുമ്പോൾ നിതാര വരുമ്പോഴത്തേക്ക് അവർക്ക് അത്ര ഒരു എന്താ പറയുക ഫീലിങ്സ് കാണും. ബട്ട് സ്റ്റിൽ സ്കൂളിൽ പോയ ആ ഒരു പ്രോസസ്സിനോട് അവർ ഓക്കെ ആവുമല്ലോ പാരൻസ്, അങ്ങനെ ഓക്കെ ആവും. അതിൻ്റെ ഒരു ഇമോഷനും സങ്കടവും കരച്ചിലൊക്കെയാണ് പേളിയുടെ ആ ഒരു വീഡിയോയിൽ, ആ ഒരു ഇമോഷനാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടത്. ഭയങ്കര പോസിറ്റീവ്, ഭയങ്കര അടിപൊളിയാണ്. പക്ഷേ ഇതേ മോതിൽ എടുത്തിട്ട് ആ സാധനം കൊണ്ടുപോയി അപ്പുറത്തിടുമ്പോൾ അതിനടിയിലാണ് അവസ്ഥ വരുന്നത്. ന്യൂസ് ചാനലിന് അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. പിന്നെ അപ് ടു ദം വേറെ അവരുടെ ഇഷ്ടമാണ്. പക്ഷെ ആ ഹെയ്റ്റൊന്നും ഇപ്പുറത്തേക്ക് കൊണ്ടുവരാതിരിക്കുക. ഓക്കെ, ബിക്കോസ് വേറെ റേഞ്ചാണ് അവരുടെ വീഡിയോസ്. ഭയങ്കര രസമാണ്, ഭയങ്കര എൻജോയ് ചെയ്ത് കാണാൻ പറ്റും.